بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കുടുംബവുമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു ചേർക്കട്ടെ. എല്ലാ കാലഘട്ടങ്ങളിലും അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ട് എങ്കിലും ആ കാലഘട്ടങ്ങളിലൊക്കെ ദീനിന് വിരുദ്ധമായ പശ്ചാത്തലവും നമുക്ക് കാണാൻ കഴിയും. അത്തരം സന്ദർഭങ്ങളിൽ പക്വതയോടുകൂടെ ഈമാൻ കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യവും അഭികാമ്യവുമായ കാര്യമെന്നത് നാം ഓരോരുത്തരും ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വരതയുടെ സ്വഭാവമുള്ള രാജ്യത്തും അത്തരം രാജ്യ നിയമങ്ങൾ അംഗീകരിക്കുന്ന സമൂഹത്തിലുമാണ്. മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മതങ്ങൾ കൽപ്പിച്ചുള്ള പരിധിക്ക് അപ്പുറം കോടതികളും സർക്കാരും അനുവാദം നൽകുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ ചുറ്റുപാടും ഉള്ളപ്പോൾ ഒരു വിവേകത്തോടുകൂടെ അല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ മറന്നുകൊണ്ട് പുത്തൻ സംസ്കാരങ്ങളുടെയും പുതിയ പരിഷ്കാരങ്ങളുടെയും പിന്നാലെ പോകുന്ന ഒരു തലമുറ നമ്മുടെ പിന്നിലൂടെ വരുന്നുണ്ട്, നമുക്ക് ശേഷം ഉണ്ട് എന്ന ബോധം രക്ഷിതാക്കൾ എന്ന നിലയിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന നിലയിൽ നാം ഓരോരുത്തരും കരുതിയിരിക്കണം എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു പുതിയ സംഭവം ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ലിംഗഭേദമില്ലാത്ത യൂണിഫോം നമ്മുടെ നാട്ടിൽ നടപ്പായിരിക്കുന്നു. ഒരർത്ഥത്തിൽ ഇതൊരു പാശ്ചാത്യ സംസ്കാരം എന്ന് പറയാൻ പറ്റും. അത്രത്തോളം ഈ വിഷയത്തെക്കുറിച്ച് വളരെ അന്യം എന്ന് നമ്മൾ കണ്ടിരുന്നതിൽ നിന്നും സ്വന്തം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്കാരത്തോട് ഇത് ചേർത്ത് വെക്കുന്ന ഒരു പശ്ചാത്തലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരേ വസ്ത്രം വിദ്യാർത്ഥികളിൽ നടപ്പാക്കപ്പെടുന്നത്. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ മുസ്ലിം അല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരത്തോട് ബന്ധമില്ലാത്ത ആർക്കും ഒരു പ്രശ്നം തോന്നുന്നില്ല. ആൺ പെൺ വേർതിരിവില്ലാതെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് അത് വിരുദ്ധമല്ല എന്ന രീതിയിൽ തന്നെ അത് നടപ്പാക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ തന്നെയാണ്. അതിൽ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിഞ്ഞു നിൽക്കാം എന്നൊരു ഓപ്ഷനും നമ്മുടെ നിയമങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ആൺ പെൺ വേർതിരിവില്ലാതെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പ്രഖ്യാപനം സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളും അനുകൂലിച്ച് അത് നടപ്പിൽ വരുത്തുമ്പോൾ ഇസ്ലാമിക സംസ്കാരത്തിന് പൂർണ്ണമായും അത് എതിരാണ് എന്ന ഒരു ബോധമെങ്കിലും നമ്മളിലും നമ്മുടെ തലമുറകളിലും ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. കേരളത്തിൽ ആദ്യമായി 200ഓളം പെൺകുട്ടികളും 60ഓളം ആൺകുട്ടികളും അടങ്ങുന്ന ഒരു സമൂഹമാണ് ഇത് ഏറ്റെടുത്ത് ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ ഇത് നടപ്പാക്കിയിട്ടുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട്, ഇത് നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നവരോട് നമ്മുടെ സംസ്കാരം കൃത്യമായ മറുപടി തന്നെ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുഖേന ഇവിടെ ഉണ്ടായിത്തീരുന്നത് ആൺപെൺ വ്യത്യാസമില്ലാതെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിൽ വരാനിരിക്കുന്നത് സ്ത്രീ സമൂഹത്തിന്റെ ലജ്ജ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രധാരണത്തിൽ നമുക്ക് വെച്ചിരിക്കുന്ന പരിധിയും പരിമിതിയും ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്റെ ഇസ്ലാമിൽ വസ്ത്രത്തെ പറ്റി കാഴ്ചപ്പാടുകൾക്ക് കുറവുള്ളത് കൊണ്ടാണോ? ഇസ്ലാമിക കൺസെപ്റ്റിൽ വസ്ത്രധാരണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ? മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം പറയുന്നോടം മുതൽ തന്നെ വസ്ത്രത്തെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. വസ്ത്രത്തിന്റെ ഉൽപാദനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വസ്ത്രധാരണ ഒരു ഇബാദത്താണെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. ആണ് എന്ത് ധരിക്കണം, പെണ്ണ് എന്ത് ധരിക്കണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ വസ്ത്രധാരണത്തിൽ 4 ഔറത്തുകളാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അന്യ പുരുഷന്റെ മുന്നിലുള്ള ഔറത്ത്, നിസ്കരിക്കുമ്പോഴുള്ള ഔറത്ത്, അതുപോലെ തന്നെ അമുസ്ലിം സഹോദരിമാരുടെ ഇടയിലുള്ള ഔറത്ത്, പിന്നെ അവൾക്ക് കാണൽ അനുവദനീയമായിട്ടുള്ള അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൽ വിവാഹ ബന്ധം ഹറാമായിട്ടുള്ള പിതാവ് പോലെയുള്ള മക്കൾ പോലെയുള്ള ആളുകളുടെ ഇടയിലുള്ള ഔറത്ത്. ആ രീതിയിൽ കൃത്യമായ വകഭേദം പെണ്ണ് വസ്ത്രം ധരിക്കുന്നിടത്ത് അതിന്റെ പരിധിയും ഇസ്ലാം നിശ്ചയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാന്ദർഭികമായി ഞാൻ ഓർത്തു പോകുന്നത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയുണ്ടായിട്ടുള്ള ഒരു യാത്രയുണ്ടായിരുന്നു. ഹഫീസ് അഹമ്മദ് ഭാട്ടി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഖാലിദ ഹഫീസ് എന്ന് പറയുന്ന സഹോദരിയും തീർത്തും ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ട് സിഡ്നിയിലെ വിമാനത്താവളത്തിലേക്ക് ട്രെയിൻ മാർഗം യാത്ര ചെയ്യുമ്പോൾ ആ സഹോദരിയുടെ വസ്ത്രധാരണത്തെ പുച്ഛിച്ചുകൊണ്ട് ഒരു സമൂഹം അവരുടെ കൺമുന്നിൽ വെച്ച് അവരെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ടായിരുന്നു. 20 വയസ്സ് പ്രായമുള്ള സ്റ്റേസി ഈഡൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ രംഗം വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ അവർ അത് പങ്കുവച്ചപ്പോൾ നിമിഷാർദ്ധങ്ങൾ കൊണ്ട് 1.5 ലക്ഷത്തിലധികം ആളുകളാണ് ആ വിഷയം ശ്രദ്ധിച്ചത്. വസ്ത്രം ധരിക്കാനുള്ള ഒരു സമൂഹത്തിന്റെ സംസ്കാരവും സ്വാതന്ത്ര്യവും പച്ചയായി വിചാരണ ചെയ്യപ്പെടുകയും അതിന്റെ പവിത്രതയെ പിച്ചിച്ചിന്തുന്ന വിധത്തിലുള്ള അപശബ്ദങ്ങൾ പൊതുസമൂഹത്തിൽ വരികയും ചെയ്തോടത്ത് ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തിന്റെ മഹത്വം അന്ന് സമൂഹം ഏറെ ഏറ്റെടുത്തതാണ്. മതവും പുരുഷ മേധാവിത്വവും പെണ്ണ് വസ്ത്രം ധരിക്കുന്നിടത്ത് അമിതമായി ഇടപെടുന്നു എന്ന ആരോപണമാണ് അന്ന് പറഞ്ഞിരുന്നത് എങ്കിൽ അത് തന്നെ ഇന്നും കേൾക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ആൺകുട്ടികൾ ധരിക്കുന്ന അതേ വസ്ത്രം തന്നെ കലാലയങ്ങളിൽ പെൺകുട്ടി ധരിക്കണമെന്നത് നിർബന്ധമാക്കപ്പെടാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ തന്നെയായിരിക്കും അതിന്റെയും കാരണം പറയാ. മതവും പുരുഷ മേധാവിത്വവും അടിച്ചേൽപ്പിക്കുന്ന വസ്ത്രം മാത്രമേ പെണ്ണ് ധരിക്കാവൂ എന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് എന്നതായിരിക്കും പറയപ്പെടാ. ഇത് നാം കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത്തരം കലാലയങ്ങളും അവിടെ നിന്ന് കിട്ടുന്ന അറിവും ആ പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. സംസ്കാരം മതപരമായി നമ്മുടെ മുന്നിൽ എന്താണോ തീർക്കുന്നത് അതിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു പൂർണ്ണ വിശ്വാസി എന്ന് പറയാൻ പറ്റൂ. അള്ളാഹുവിന്റെ ഖുർആൻ വസ്ത്രത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്, എന്നു മുതലാണ് വസ്ത്രം ധരിച്ചത്, ഇതൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മളുടെ ചെറിയ ഓർമ്മയിൽ നാം കേട്ട മനുഷ്യകുലത്തിന്റെ ആദ്യ ചരിത്രത്തിന്റെ ആദ്യ പാഠങ്ങളിൽ പോലും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെത്തിയ മനുഷ്യർ അന്ന് വസ്ത്രം ധരിച്ചിട്ടില്ലായിരുന്നു എന്ന് തന്നെയാണ്. അള്ളാഹു വിലക്കിയ കനി കഴിച്ച ആദം അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗം ഉപേക്ഷിച്ച് ഭൂമിയിലെത്തുമ്പോ രണ്ടുപേർക്കും വസ്ത്രമില്ലാത്ത അവസ്ഥയായിരുന്നു. സ്വർഗം ഉപേക്ഷിക്കുന്നിടത്ത് സ്വർഗത്തിന്റെ വസ്ത്രവും ഉപേക്ഷിക്കണമെന്നതാണല്ലോ അതിന്റെ ന്യായം. ഭൂമിയിൽ വന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആദം നബിക്ക് 1000 കൈത്തൊഴിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 കൈത്തൊഴിൽ. അതിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കൈകൊണ്ട് നൂല് നൂറ്റു എന്നുള്ളതാണ് ഒരു പ്രധാന കൈത്തൊഴിൽ. അല്ലെങ്കിൽ ഹവ്വ റളിയല്ലാഹു അൻഹ നൂല് നൂറ്റു എന്നുള്ളതാണ് പ്രധാന കൈത്തൊഴിൽ. ഇരുവരും കൂടി വസ്ത്രം നിർമ്മിച്ചു. വസ്ത്രനിർമ്മാണം മനുഷ്യന്റെ തുടക്കം ഭൂമിയിൽ എന്ന് തുടങ്ങിയോ? ആർക്ക് വേണ്ടിയാ? വ്യാപാരത്തിന് വേണ്ടിയുള്ള വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന വസ്ത്രധാരണയല്ല അന്ന്, അല്ലെങ്കിൽ വസ്ത്രനിർമ്മാണമല്ല അന്ന് ഉണ്ടായിട്ടുള്ളത്. തികച്ചും സ്വന്തം ശരീരത്തെ
പൂർണ്ണമായും കാണൽ അനുവദനീയമായ ആയോടത്ത് അനുവദനീയമായവന്റെ മുന്നിലും അനുവദനീയമായവളുടെ മുന്നിലും വസ്ത്രം ധരിക്കലാണ് ഉത്തമം എന്ന ബോധമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ബാലപാഠം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ ഖുർആൻ പറഞ്ഞത്. فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة എന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹു വിലക്കിയ കനി കഴിച്ച ഉടനെ വിവസ്ത്രരായ അവരുടെ മുന്നിൽ സ്വർഗലോകത്തിൽ വെച്ചും പരസ്പരം നാണം മറയ്ക്കാൻ, പരസ്പരം കാണൽ അനുവദനീയമായവർ പോലും പരസ്പരം നാണം മറയ്ക്കാൻ ശ്രമിച്ചു. സ്വർഗത്തിന്റെ ഇലകളും പുല്ലുകളും വെച്ച് ഗുഹ്യഭാഗം മറയ്ക്കാൻ ശ്രമിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഭൂമിയിൽ വന്നപ്പോൾ അവർ ആദ്യം ചെയ്ത പണി വസ്ത്രം നിർമ്മിക്കല. അവിടെയാണ് നമ്മുടെ ചരിത്രം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ മുതൽക്ക് നമുക്ക് കൃത്യമായ സംസ്കാരം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പറയുന്നോടത്ത്, അല്ലെങ്കിൽ ഹജ്ജിന്റെയും ഉംറയുടെയും അമലുകളും കർമ്മങ്ങളും പറയുന്നോടത്ത്, ഒരു മുഴത്തമിറിന്റെ ഉംറ ചെയ്യാൻ പോകുന്നവന്റെ ഹാജിയുടെ ഇഹ്റാമിന്റെ വസ്ത്രം, എന്തിനേറെ മരിച്ചാൽ പോലും കഫൻ ചെയ്യൽ നിർബന്ധാണല്ലോ. ഒരു മയ്യത്തിനും വസ്ത്രം ധരിപ്പിക്കണം. ഇവിടെയെല്ലാം നമ്മുടേതായ ഒരു സംസ്കാരം ജീവിച്ചിരിക്കുന്ന മനുഷ്യനിലും മരിച്ചുപോയ മനുഷ്യനിലും കൃത്യമായി തന്നെ മതം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം പൈതൃക സ്വഭാവത്തോടു കൂടെ ഇവിടെ നിലനിന്ന് പോന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ആണിനും പെണ്ണിനും ഒരുപോലത്തെ വസ്ത്രം തന്നെ മതിയെന്നും അതിനെ ഒരു പരിഷ്കാരമായി കണ്ട് ജെൻഡർ ന്യൂട്രൽ എന്ന പേരിൽ വിശേഷിപ്പിച്ചുകൊണ്ടും പുതിയ തലമുറയിൽ അതിന്റെ ഗൗരവം അറിയാത്തതിന്റെ പേരിൽ മുസ്ലിം സംസ്കാരം ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളിൽ അതൊരു വലിയ ആഘോഷമായി വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുക്കുന്നിടത്തും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമ്മുടെ സംസ്കാരത്തെ കുറിച്ച്. ഹ്രസ്വമായ ചർച്ച ഇൻഷാ അല്ലാഹ് അതിലേക്ക് കരുതുന്നു, ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത് വസ്ത്രത്തെ കുറിച്ച്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى خير ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. ഈ ആയത്ത് വലിയ ഒരു ചരിത്രമാണ് നമ്മുടെ മുന്നിൽ പറയുന്നത്. ഒരു കുഞ്ഞായത്ത്. അല്ലാഹു പറയുന്നു, ആദം സന്തതികളെ, മതഭേദമില്ലാതെ വർഗഭേദമില്ലാതെ മനുഷ്യനായി പിറന്ന മുഴുവനും ആളുകളോട് അല്ലാഹുവിന്റെ പ്രഖ്യാപനം, ഓ മനുഷ്യ സമൂഹമേ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ, നിങ്ങൾക്കുള്ള വസ്ത്രത്തെ നിങ്ങളുടെ മുകളിൽ നിന്നും നാം താഴേക്ക് ഇറക്കി തന്നതാ. അങ്ങനെ മുഫസ്സിരീങ്ങൾ കൊടുത്തു ഇതിന്റെ വ്യാഖ്യാനം. എന്ന് പറഞ്ഞാൽ മഴ മുഖേന ഇവിടെ ചെടികൾ കിളിർത്തു, അത് മുഖേന ചണവും പരുത്തിയുമൊക്കെ ഉണ്ടായി. പരുത്തി വസ്ത്രങ്ങളും ചണവസ്ത്രങ്ങളുമൊക്കെ ഈ ആയത്ത് ഉൾക്കൊള്ളുന്നു എന്ന മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യർ വളരെയധികം വലിയ പുരോഗമനത്തോടെ വലിയ കണ്ടുപിടുത്തങ്ങളോടെ കണ്ടെത്തിയ പരുത്തി വസ്ത്രവും ചണവസ്ത്രവുമെല്ലാം ഖുർആൻ എത്ര നൂറ്റാണ്ട് മുമ്പ് തന്നെ പറഞ്ഞു. പിന്നെയോ യുവാരി വരീശാം, അതുപോലെ തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്ന മറ്റൊരു വസ്ത്രമാണ് വരീശ. ജന്തുക്കളിൽ നിന്നുള്ള തൂവലും അതുപോലെ തന്നെ ജന്തുക്കളിൽ നിന്നുമുള്ളതായ രോമവും കൊണ്ടുള്ള വസ്ത്രങ്ങൾ, അതും അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നു. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും വസ്ത്രനിർമ്മാണം ഇന്ന് സജീവമാണ് നമ്മുടെ ഇടയിൽ. ഇത് തന്നെയാ ഖുർആനും പറഞ്ഞത്. അപ്പൊ ഏത് രീതിയിലാവട്ടെ, സസ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വസ്ത്രനിർമ്മാണത്തിലും ജന്തുക്കളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വസ്ത്രനിർമ്മാണത്തിലും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കാര്യം നമ്മുടെ സംസ്കാരമാണ്. വസ്ത്രമേതുമാവട്ടെ, തഖ്വ എന്ന് പറയുന്ന മറ്റൊരു വസ്ത്രമുണ്ട്. അത് അണിയേണ്ടത് നമ്മുടെ ഹൃദയമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഏതൊരു വസ്ത്രം ധരിച്ചാലും ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബ് എന്ന ഒരു ചിന്ത വരുത്തുന്ന ഒരു വസ്ത്രമുണ്ട്, തഖ്വ. തഖ്വയുടെ വസ്ത്രം ദാലിക ഖൈർ. ആ തഖ്വയുടെ വസ്ത്രം ഉള്ളെടുത്ത നമ്മുടെ ഉമ്മമാരുടെ നെറ്റിത്തടത്തിൽ നിന്നും താഴേക്ക് വീണു പോകുന്ന തട്ടനെ അവർ വലിച്ചിടാൻ യാന്ത്രികമായി അവർ ശ്രമിച്ചു പോകുന്നത്. അങ്ങനെ ഒരു വസ്ത്രം ഹൃദയത്തിലുള്ളത് കൊണ്ട് ആ കണങ്കാലിന്റെ താഴേക്ക് മുണ്ടിറങ്ങുന്നോടത്ത് നമ്മുടെ ഉപ്പമാർ അതിനെ ഷടിച്ചുകൊണ്ട് അത് പറ്റില്ല എന്ന് ചിന്തിച്ചത് ഹൃദയത്തിന്റെ അകത്ത് തഖ്വ എന്ന് പറയുന്ന വസ്ത്രം ഉള്ളത് കൊണ്ടായിരുന്നു. മാറുഭാഗത്തേക്ക് തലമറച്ച അതേ തുണിക്കണ്ടം തന്നെ വലിച്ചിട്ടുകൊണ്ട് നാണം കുണുങ്ങിയ ഉമ്മമാർ ഇന്നലെ കഴിഞ്ഞുകൂടിയത്. ആ ഒരു വസ്ത്രബോധം നമ്മളിൽ ഉണ്ടാവണം. വസ്ത്രത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന സംസ്കാരം ദീനീ ചിന്ത തന്നെയാണ്. ذَلِكَ مِنْ آيَاتِ اللَّهِ لَعَلَّهُمْ يَذَّكَّرُونَ. ഇതൊക്കെ ചിന്തിച്ചാൽ മനുഷ്യന് നന്നാവാൻ പറ്റുമെന്ന് ഖുർആൻ. അള്ളാഹു നന്നാക്കി തരട്ടെ. വസ്ത്രത്തെ കുറിച്ച് വെറുതെ പറഞ്ഞതല്ല. ഇനി കേട്ടോളൂ, ഒരു പെണ്ണ് മോശമാകുന്നു എന്ന ഒരു ഭയപ്പാട് വസ്ത്രധാരണത്തിലെ അനിയന്ത്രിതമായ നിയമങ്ങളിലുണ്ട്. ഇത് വെറുതെ പറഞ്ഞതല്ല. ആദ്യമായി നഗ്നരായി വിവാഹം കഴിച്ച ജപ്പാനികളെ നമുക്കറിയാം. നഗ്നത കൊണ്ട് ശരീരത്തിൽ നഗ്നമായ ഭാഗത്ത് മുഴുവനും ചിത്രം വരച്ചുകൊണ്ട് ചിത്രം വരയ്ക്കലാണ് വസ്ത്രധാരണമെന്ന് വിശ്വസിക്കുന്ന പാശ്ചാത്യന്റെ സംസ്കാരം നമ്മൾ കണ്ടതാണ്. നഗ്നത, കല്യാണം ആണും പെണ്ണും നഗ്നരായി വസ്ത്രമില്ലാതെ കല്യാണം കഴിക്കുന്നു. അവരുടെ വസ്ത്രം ശരീരത്തിൽ, അതിനൊരു പ്രത്യേക പേരുണ്ട്, ടാറ്റു അങ്ങനെ എന്തൊരു പേരുണ്ട് അല്ല മോനെ, ടാറ്റു അങ്ങനെ എന്തൊരു പേരുണ്ട്. കളറ്, ശരീരത്തിൽ കളർ കൊടുക്കുക, കളറാണ് വസ്ത്രം. തുണിയെ ഉടുത്തിട്ടില്ല, ചിത്രം വരയ്ക്കും ശരീരത്തിൽ. പുതിയാപ്പിളയും പുതിയ പെണ്ണും ധരിക്കുന്ന വസ്ത്രം എന്താ? ശരീരത്തിൽ ചായം പൂശല്, തുണി ഉപയോഗിക്കുകയില്ല. ഇതൊരു ട്രെൻഡാണ് പാശ്ചാത്യരിൽ. അതിലപ്പുറം ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ അതൊക്കെ കാണപ്പെടാം. അള്ളാഹു കാക്കട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കണേ, പെണ്ണിന്റെ വസ്ത്രധാരണത്തിൽ ഇസ്ലാം വളരെയധികം കർശനമാണ്. ആണിന്റെ വസ്ത്രധാരണത്തിലുണ്ട്. ആണിന്റെ വസ്ത്രധാരണം, പെണ്ണ് ചീത്തയാവോന്നുള്ള ഒരു പേടിയ. പെണ്ണിന്റെ ലജ്ജ പോയാൽ ഭൂമി തന്നെ ഉണ്ടോ? പെണ്ണിന്റെ ലജ്ജയ്ക്ക് എന്തൊരു പവിത്രതയാ! ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ ലജ്ജയാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. കെൻസുൽ ഉമ്മാൽ എന്ന് പറയുന്ന കിതാബിൽ കാണാം, മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഫുജൂറുൽ മർഅത്തിൽ ഫാജിറ കഫുജൂരി അൽഫിഫാജ്. ഹദീസിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രയോഗമാണിത്. ഒരു പെണ്ണ് ചീത്തയായാൽ 1000 ആണ് ചീത്തയാവുന്നതിനേക്കാളപ്പുറം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ആണിന് വിവേകത്തോടുകൂടെ നന്നാവാൻ 1000 അവസരങ്ങളുണ്ട്. ഒരു പെണ്ണ് ചീത്തയായാൽ 1000 ആണ് ചീത്തയാവുന്നതിനേക്കാളും അപ്പുറമാണ് ഒരു സമൂഹത്തിൽ വരുന്ന അതിന്റെ വിനാശമെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്ത്രീ വിരോധം കൊണ്ട് പറഞ്ഞതല്ല, ഇത് സ്ത്രീത്വത്തെ മാനിച്ച മതം പറഞ്ഞതാണ്. എങ്ങനെയാ സ്ത്രീത്വത്തെയും മതം മാനിച്ചത്? 4000 കാര്യം ചെയ്താൽ പുരുഷന് സ്വർഗം കൊടുക്കാമെന്ന് എവിടെയും ഇല്ല. 4000 കാര്യം ചെയ്താൽ അല്ല, 400 കാര്യം ചെയ്താലും, 400 നന്മ ചെയ്താലും, 4000 നന്മ ചെയ്താലും പുരുഷ നിനക്ക് സ്വർഗം ഉറപ്പല്ല. എന്നാൽ കേട്ടോളൂ, 4 കാര്യം ഒരു പെണ്ണ് ചെയ്താൽ അവൾക്ക് രാജകീയമായി സ്വർഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യം ഒരു പെണ്ണിനെ സംബന്ധിച്ച് 4 കാര്യം മതി, അവൾക്ക് സ്വർഗം കിട്ടും. എങ്ങനെയാ? മിഅ്റാജിന്റെ അനുഗ്രഹാനുഭൂതി കഴിഞ്ഞതിന്റെ പിറ്റേ പകലിൽ സ്വർഗം കണ്ടുവന്ന അള്ളാന്റെ ഹബീബ് സ്വഹാബി വൃന്ദത്തിന്റെ മുന്നിൽ വാചാലനായി സ്വർഗത്തിന്റെ 8 കവാടവും ഇതിലൂടെ അദ്ദേഹം ഒന്ന് വന്നിരുന്നുവെങ്കിൽ എന്ന് മോഹിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ 8 കവാടവും ഇതിലൂടെ ഒന്ന് വന്നാൽ സ്വർഗപ്രവേശം ആ മഹാൻ ഈ കവാടത്തിലൂടെ ആയിരുന്നുവെങ്കിൽ എന്ന് സ്വർഗത്തിന്റെ 8 കവാടവും പ്രത്യാശിച്ച ഒരു മഹാന്റെ നന്മ പ്രവാചക സദസ്സിൽ അന്ന് ചർച്ചയായിരുന്നു. നാണം കൊണ്ട് കീഴ്പോട്ട് നോക്കി തലകുനിച്ചു പിടിച്ച് പുഞ്ചിരിച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. വഅർജു അൻ തകൂൻ
അങ്ങായിരിക്കും ആ മഹാനെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോവാൻ സ്വർഗ്ഗത്തിന്റെ 8 കവാടവും ഇതിലൂടെ ഒന്ന് വന്നിരുന്നുവെങ്കിൽ എന്ന് മോഹിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാണോ സ്വർഗപ്രവേശത്തിന്റെ രാജകീയമായ പ്രൗഢി. അതേ പദവിയിലാ ഒരു പെണ്ണ് സ്വർഗത്തിൽ പോവാ. 4000 കാര്യം ചെയ്യണ്ട, 4 കാര്യം ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവൾക്ക് സ്വർഗം അങ്ങനെയാണെന്ന് അള്ളാന്റെ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഒരു പുതിയ തലമുറ അവര് നന്നാവാനുള്ള എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നോടത്ത് ഈ ഹദീസ് ചർച്ചയാ. നമ്മുടെ മക്കള് പഠിക്കണ്ടേ, നമ്മുടെ മക്കള് നന്നാവണ്ടേ. മാതാപിതാക്കളുടെ ആജ്ഞാശക്തിക്ക് പരിമിതി നിശ്ചയിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ മക്കളെ വളർത്താം. മക്കളോട് ആജ്ഞാപിച്ചാൽ അവർ അനുസരിക്കുന്നു, ഇല്ലടോ ഇല്ല. പിന്നെ അവർക്ക് മതം മറന്നുള്ള ജീവിതത്തിനുള്ള വഴി നാം വെച്ചു കൊടുക്കുന്നോടത്ത് അള്ളാന്റെ മുന്നിൽ നമ്മൾ സമാധാനം പറയണം. കേട്ടോളൂ ഹദീസ്. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഹബീബ് പറയുന്നു, അൽ മർഅതു ഇദാ സ്വല്ലത്ത് ഖംസഹാ വസാമത് ശഹ്റഹാ വഅഹ്സനത് ഫർജഹാ വഅതാഅത് ബഅലഹാ ഫൽതദ്ഖുൽ മിൻ അയ്യി ബാബിൽ ജന്നത്തി ശാഅത്. 4 കാര്യം മതി. 1, സമയബന്ധിതമായി കൃത്യമായ 5 വഖത്ത് ഫർള് നിസ്കാരം. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട്, അല്ലാഹു കബൂലാക്കട്ടെ. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം റമളാൻ മാസത്തിലെ നോമ്പ് അവൾ എടുത്താൽ മതി. 2 ബസ്സായി. ഇത് 2 നമ്മുടെ പെണ്ണുങ്ങൾ ചെയ്യും. ഇത് 2 മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. ഇനി നോക്കണം, ഈ 2 കാര്യങ്ങൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാ. 5 വഖത്ത് നിസ്കാരത്തിൽ ഒരു മാസത്തിൽ തന്നെ അവൾക്ക് 6 or 7 ദിവസം അള്ളാഹു തന്നെ ലീവ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അതിലും വിട്ടുവീഴ്ച ചെയ്തു. അന്ന് അവൾ ആ നിസ്കാരം നിസ്കരിക്കാത്തത് പിന്നീട് ഖളാ വീട്ടൽ ഹറാമ. എന്നാൽ അതുപോലെ തന്നെ കൊല്ലത്തിൽ ഒരു മാസം അവൾ നോമ്പെടുക്കുന്നോടത്തും ഇതേ പരിഗണനയിൽ 5 or 6 or 7 ദിവസം അവൾക്ക് വിട്ടുവീഴ്ചയുണ്ട്. ഒരു അവസ്ഥയിൽ അവൾക്ക് 15 ദിവസം വരെ വിട്ടുവീഴ്ചയുണ്ട്. അതായത് അക്സറുൽ ഹൈള് 15 ദിവസം വരെ, അത്രയും വിട്ടുവീഴ്ച കൊടുത്തു. അതായത് അതിന്റെ പകുതിയോളം വിട്ടുവീഴ്ചക്ക് സാധ്യതയുണ്ട്. ആകെ 4 കാര്യം മതി പെണ്ണിന് സ്വർഗത്തിൽ രാജകീയ പ്രവേശത്തിന്. അതിൽ 2 കാര്യത്തിൽ തന്നെ കൊടുത്ത അവസരത്തിലും പകുതി വിട്ടുവീഴ്ച തന്നെയാ. അപ്പൊ ഇനി പറയാൻ പോകുന്ന 2 കാര്യത്തിൽ എത്ര കണ്ട് കർശന സ്വഭാവമുണ്ട് അതാലോചിക്കേണ്ടത്. ഇനി പറയാൻ പോകുന്ന 2 കാര്യത്തിലെ കർശന സ്വഭാവം കേട്ടോളൂ. 3ാമത് പെണ്ണിലുണ്ടാവേണ്ട നന്മ എന്തെന്നറിയുമോ? അവളുടെ സൗന്ദര്യത്തെ അവൾ പ്രദർശിപ്പിക്കാതിരിക്കാ. 5 വഖത്ത് നിസ്കരിക്കാം, റമളാനിൽ നോമ്പെടുക്കാം. 3ാമത്തേത് അവളുടെ സൗന്ദര്യം പ്രദർശനമാവാതിരിക്കുക, അനുവദനീയമായോടത്ത് അല്ലാതെ. 4ാമത്തെ കാര്യം ഭർത്താവിനെ അവൾ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുക. ഈ 4 കാര്യം പെണ്ണ് ചെയ്താൽ മതി. ഈ 4 കാര്യം ചെയ്താൽ മതി. സ്വർഗത്തിന്റെ 8 കവാടത്തിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടതിലൂടെ കടക്കാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന പോലെ പോവാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം പറഞ്ഞ 2 കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ട്. 2ാമത് പറഞ്ഞ 2 കാര്യത്തിൽ അതിലേറെ കർശന സ്വഭാവവുമുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കട്ടെ. ഇത് പഠിക്കണോലോ. ഏത് വസ്ത്രവും ധരിക്കാം, എങ്ങനെയും ജീവിക്കാം. അങ്ങനെയുള്ള ഒരു വലിയ കാഴ്ചപ്പാടുള്ള നിയമങ്ങളും രീതികളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തെ ഒരംഗമായി ജീവിക്കുമ്പോഴും ഇന്നലകളിൽ നമ്മുടെ പൂർവികർ കാത്തുസൂക്ഷിച്ച ഇസ്ലാമിക സംസ്കാരം നമ്മൾ കൈവെടിയല്ലേ. അള്ളാഹു പെണ്ണിന് സൗന്ദര്യം കൊടുത്തു. ആ സൗന്ദര്യം അവളുടെ ഭർത്താവിനുള്ളതാണ്. അള്ളാഹു ഒരു പെണ്ണിന് സൽസ്വഭാവം കൊടുത്തു, അതൊരു സമൂഹത്തിനുള്ളതാണ്. ചിന്തിച്ചു നോക്കണേ, അള്ളാഹുവിന്റെ ഖുർആൻ എത്രയാ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഒരു വസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വസ്ത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ വസ്ത്ര ഖുർആൻ പേര് പറഞ്ഞ വസ്ത്രം ഹുമൂർ.
ഖുർആനില് നമ്മൾ ധരിക്കുന്ന മുണ്ടും ഷർട്ടും ഖമീസും ഒന്നുമില്ല. ഖമീസ് പറയുന്നുണ്ടെങ്കിൽ പോലും വസ്ത്രധാരണത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞോടുത്ത് ഒരു വസ്ത്രത്തിന്റെ പവിത്രതയെ എടുത്ത് പറഞ്ഞ ആ ഒരു വസ്ത്രം പെണ്ണ് തല മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വസ്ത്രത്തെയാണ്. അത് ഖുർആൻ അവതരിപ്പിച്ചു. ഹുമൂർ മുഖമക്കന, അതിന്റെ അളവും പറഞ്ഞു ഖുർആൻ. അത് അവരുടെ നെഞ്ചിന്റെ താഴേക്ക് ഇറങ്ങിക്കിടക്കുന്നതും കൂടിയാവണം എന്ന്. ഇങ്ങനെ തല മറയ്ക്കുന്ന അതേ തുണി കൊണ്ട് തന്നെ നെഞ്ചും മറയ്ക്കണം എന്ന് പറയുന്നോടത്ത പരിശുദ്ധ ഖുർആൻ നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ വലിയ മഹദിയല്ലേ. ഒരിക്കൽ സ്വഹാബികൾ സാക്ഷിയാകുന്നോടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഉത്തരം പറയാതെ സദസ്സ് പിരിഞ്ഞു. ചോദ്യം ഇതാണ്: ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും ഗുണകരമായ കാര്യം എന്ത് എന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സഹാബ എന്നതായിരുന്നു ചോദ്യം. ഖൈറായ കാര്യം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈറായ കാര്യം എന്താ എന്ന് ചോദിച്ചു സദസ്സിൽ. എല്ലാവരും പരസ്പരം മുഖത്തോട് നോക്കി. ആർക്കും അങ്ങനെ കൃത്യമായിട്ടൊരു മറുപടി പറയാനില്ല. പെണ്ണിന് ഏറ്റവും ഖൈറായ കാര്യം എന്നതിന്റെ മറുപടി പറയാൻ ഒരു സ്വഹാബിക്കും കഴിയാതെ വന്നു. ആരും പറഞ്ഞതുമില്ല. അന്ന് സദസ്സ് പിരിഞ്ഞു. പലർക്കും പലതും പറയാനുണ്ട്, പക്ഷെ മറുപടി കൃത്യമായിക്കൊള്ളുന്നില്ല. അലി റളിയല്ലാഹു അൻഹു കുറെ ആലോചിച്ചു. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുന്നില് ഉപ്പ ചോദിച്ച ചോദ്യം ഇതാണ്: മോളെ, നിനക്കിതിന് മറുപടി പറയാൻ കഴിയുമോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു: ഒരു പെണ്ണിന് ഏറ്റവും ഖൈറായ കാര്യം അവളുടെ സൗന്ദര്യം മറ്റൊരു പുരുഷൻ കാണാതെ സൂക്ഷിക്കല. ഇത് എന്റെ ഉപ്പ എന്നോട് ചെറുപ്പം മുതലേ പറഞ്ഞിട്ടുണ്ടെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. പിറ്റേ ദിവസത്തെ സദസ്സ് തുടങ്ങിയപ്പോ തന്നെ ഇന്നലത്തെ ചോദ്യം അവസാനിപ്പിച്ചതിന്റെ മറുപടിയോട് കൂടിയാ തുടങ്ങിയത്. പലരും പലതും പറഞ്ഞു. കൃത്യവും വ്യക്തവുമായ മറുപടി പറഞ്ഞത് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വർത്തമാനമാണ്: ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, ഫാത്തിമത്തു ബിദ്അത്തും മിന്നി ഫമൻ അഗ്ളബഹാ ഫഖദ് അഗ്ളബനി സയ്യിദുനാ റസൂലുള്ളാഹി. അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കേട്ടപ്പോൾ പറഞ്ഞു: എന്റെ കരൾ എന്റെ കഷ്ണമാണ് എന്റെ മോള്, സ്വർഗവനിതകളുടെ നേതാവാണ് എന്റെ മോള്. എന്റെ മോളോട് ആര് സ്നേഹം വെച്ചാലും അവൻ എന്നെ സ്നേഹിച്ചവനാ. എന്റെ മോൾ ആര് ദേഷ്യം പിടിപ്പിച്ചാലും അവൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചവനാ സയ്യിദുനാ റസൂലുള്ളാഹി. ആ മോള് അത്രയും വലിയൊരു ആൻസർ ഒരു സമൂഹത്തിൽ എത്തിക്കാണ്. ആ മോൾ മുഖേന ആ ആൻസർ എത്തുമ്പോ ഇവിടെ വലിയൊരു സന്ദേശമുണ്ട്. ആ മോളെ ഉപ്പ പഠിപ്പിച്ചു ചെറുപ്പം മുതലേ ഈ തത്വം എന്നുള്ളതാണ്. അതുകൊണ്ട് ആലോചിക്കണേ, പെണ്ണിന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ എവിടെ പ്രദർശിപ്പിക്കണമെന്ന ബോധം സമൂഹത്തിലില്ലാതെ പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അന്ധനായ സ്വഹാബിയുടെ മുന്നിൽ പോലും ഭാര്യമാർ നിന്നോടത്തുനിന്ന് അവരെ പിരിച്ചുവിട്ടു, മാറ്റിവിട്ടു എന്നുള്ളതാണ്. സ്വഹാബി ഞങ്ങളെ കാണുന്നില്ലല്ലോ നബിയെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്നും രണ്ട് പ്രവാചക പത്നിമാരിങ്ങനെ ചോദിച്ചപ്പോ അഫഅംയാവാനി അൻതുമാ, നിങ്ങൾ അവരെ കാണുന്നില്ലേ എന്നാ ചോദിച്ചത്. ഇതിനൊക്കെ പുതിയ പരിഷ്കാരങ്ങളോട് ചേർത്ത് വെക്കുന്നോടത്ത് നമുക്ക് ഇസ്ലാം പഴഞ്ചനാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ആ പഴയതിനുമുണ്ട് ഒരു പുതിയതിനേക്കാളും വലിയ വീര്യം എന്നുള്ളത് നാം മനസ്സിലാക്കാം. ഒരു മനുഷ്യൻ നന്നാവാൻ ഇത്തരം തത്വങ്ങളിലൂടെ അല്ലാതെ ഒരു പുതിയ സംസ്കാരം ഇവിടെ ഉണ്ടാവില്ല. വിദ്യാഭ്യാസം ഉള്ളവരിൽ തന്നെ എത്ര സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങൾ കാണപ്പെടുന്നു. പലയിടങ്ങളിലും കുറ്റകൃത്യങ്ങളിൽ പ്രതികളായി പിടിക്കപ്പെടുന്നവരൊക്കെ വലിയ ബിരുദധാരികളായി. ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്: ഇദസ്തഅതറത്തുൽ മർഅതു ഫമറത അലൽ ഖൗമി യജിദൂ റിഹഹാ. വസ്ത്രം പോലെ തന്നെ പ്രധാനമാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സുഗന്ധം. മഹാനായ ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്, ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. വസ്ത്രം പോലെ തന്നെ വളരെ പ്രധാനമാ പെണ്ണുപയോഗിക്കുന്ന സുഗന്ധം.
പെണ്ണുങ്ങൾ സുഗന്ധം ഉപയോഗിക്കുന്നിടത്ത് എന്താ മതം പറയുന്നത്? അന്യപുരുഷൻ ആ മണം കിട്ടുന്നിടത്താണ് അവൾ ആ സുഗന്ധം ഉപയോഗിക്കുന്നതെങ്കിൽ ഹറാം. അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? ഞാനല്ല പറഞ്ഞത്. ഹബീബ് പറയുന്നു, ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചു, എന്നിട്ട് ഫമറത അലൽ ഖൗം, ജനങ്ങളുടെ ഇടയിലൂടെ അവൾ നടന്നുപോയി, ലിയജിദൂ റീഹഹാ, അവൾ ശരീരത്തിൽ പുരട്ടിയ ആ സുഗന്ധം അന്യാണ് ആസ്വദിച്ചു പോയാൽ, അവന്റെ മൂക്കിലെത്തിയാൽ, റസൂലുള്ളാഹി പറയുന്നു, ഫഹിയ കദാ വകദാ, അവൾ ഇന്നവളാണ്, അവൾ ഇന്നവളാണ്. അതിന്റെ ഭാഷ പോലും റസൂലുള്ളാഹി പറഞ്ഞില്ല. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ ഔനുൽ മഅബൂദ് കൊടുക്കുന്ന വ്യാഖ്യാനം കിനായത്തുൻ അൻ കൗനിഹാ സനിയാ, ഒരു വ്യഭിചാരിണി എന്ന പരിഗണനയിലേക്ക് അവൾ മാറാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഖാല ഖൗലൻ ശദീദാ, ഹബീബ് പറഞ്ഞത് ഗൗരവത്തോടുകൂടെ. എന്തിനേറെ പെണ്ണുങ്ങളുടെ സൗന്ദര്യം സൂക്ഷിക്കുന്നത് അന്യരുടെ മുന്നിൽ മാത്രമല്ല, കുടുംബത്തിൽ പോലും തൊട്ടാൽ മുറിയാത്ത പൊന്നുമോന്റെ മുന്നിൽ പോലും ഉമ്മയുടെ സൗന്ദര്യം സൂക്ഷിക്കണമെന്ന ഇസ്ലാം പഠിപ്പിച്ചത്. തൊട്ടാൽ മുറിയാത്ത പൊന്നുമോളുടെ മുന്നിലും ഉപ്പയുടെ നാണം ശ്രദ്ധിക്കണമെന്ന പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ കാണാം ഒരു ഹദീസ്, അൻ അംർ ഇബ്നു ശുഐബ് അൻ നബിഹി അൻ സദ്ദിഹി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് വയസ്സ് മുതൽ, ഏത് പ്രായം മുതൽ എന്ന് ചിന്തിച്ചോളൂ. ഹബീബ് പറയുന്നു, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ, കുട്ടികൾക്ക് 7 വയസ്സായാൽ അവരോട് നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കുന്ന ഒരു പരിശീലനം 7 വയസ്സിന് മുന്നേ അവർ കരുതിയിരിക്കണം, പഠിച്ചിരിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുട്ടികളോട് 7 വയസ്സിൽ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ മക്കൾ പോയി നിസ്കരിക്കാനുള്ള ഒരു പരിശീലനം 7 വയസ്സിന് മുന്നേ അവർക്കുണ്ടാവണം. സ്വന്തമായി പല്ല് തേക്കാനും മൂത്രമൊഴിച്ചാൽ കഴുകാനും ഒക്കെ അവർ 5 വയസ്സിലും 4 വയസ്സിലൊക്കെ പഠിക്കാം. എന്ന പോലെ നിസ്കരിച്ചും പഠിക്കണം. കാരണം 7 വയസ്സ് മുതൽ അവർ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. 10 വയസ്സായിട്ടും അവർ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ അടിക്കണം. ഈ ഹദീസ് ഇത്രയാ സാധാരണ ചർച്ച ചെയ്യാറുള്ളൂ. ആ ഹദീസിന്റെ ബാക്കി കേട്ടോളൂ. വഫർരിഖൂ ബൈനഹും ഫിൽ മളാജിഇ, കിടപ്പറയിൽ വാപ്പയും ഉമ്മയും കിടക്കുന്ന കിടപ്പറയിൽ നിന്നും മക്കളെ അടുത്ത് കെടുത്തേണ്ടതിന്റെ പരമാവധി പ്രായം 7 വയസ്സാ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാണത്. 7 വയസ്സ് മാറി കിടക്കാൻ പറഞ്ഞാൽ കുട്ടി എണീറ്റ് പോയി മാറി കിടക്കണം. ഇത് പറയാതെ അവിടെ കിടക്കല് മോശമാണെന്ന് കുട്ടി ചിന്തിക്കുന്ന ഒരു തലം അവർ വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ സൃഷ്ടിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആലോചിച്ച് നോക്കണേ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രധാരണ എത്ര പവിത്രമായി തന്നെ ആ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ആണിനോടും പെണ്ണിനോടും പ്രത്യേകം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. മുഅ്മിനീങ്ങളായ ആണുങ്ങളെ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കാണല്ലേ. അത് വസ്ത്രധാരണത്തിന്റെ ഒരു പ്രധാന ഭാഗം. അത് നിങ്ങൾക്ക് കാണാൻ പാടില്ലാത്ത അന്യരെ കാണുമ്പോൾ, അന്യ പെണ്ണിനെ കാണുമ്പോൾ കണ്ണടച്ചും മുഖം തിരിച്ചേക്കണേ എന്ന് ഖുർആൻ. ഈ ഉപദേശം അല്ലാഹു നമുക്ക് നിറവേറ്റാൻ ജീവിതം കൊണ്ട് ഭാഗ്യം നൽകട്ടെ. കാരണം നമ്മുടെ മനസ്സിന്റെ അകത്ത് തസ്കിയത്ത് വരാൻ, നിസ്കരിച്ച നിസ്കാരം കൊണ്ട് ഹൃദയ സാന്നിധ്യം കിട്ടാൻ, ചെയ്യുന്ന ഇബാദത്തിന് ഒരു തസ്കിയത്ത് കിട്ടാൻ, തർബിയത്ത് കിട്ടാൻ അത് നിർബന്ധമാണെന്ന് ഖുർആൻ. ഈ ഒരു വർത്താനം പെണ്ണിനോടും പറഞ്ഞിട്ടുണ്ട്. പെണ്ണിനോടും പറഞ്ഞു, വഖുൽ ലിൽ മുഅ്മിനാതി യഗ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ. പെണ്ണിനോടും പറഞ്ഞു, കാണാൻ പാടില്ലാത്ത അന്യന്റെ സൗന്ദര്യത്തിലേക്ക്, അന്യന്റെ മുഖത്തേക്ക്, അന്യന്റെ ശരീരഭാഗങ്ങളിലേക്ക്, അന്യന്റെ നടത്തത്തിലേക്ക്, വർത്തമാനത്തിലേക്ക് ആസ്വാദ്യ രൂപേണ നീ നോക്കല്ലേ പെണ്ണേ എന്ന് ഖുർആൻ പെണ്ണിനോടും പറഞ്ഞു. ഇതിനെല്ലാം ഈ പറയപ്പെട്ട അന്യൻ എന്നുള്ളോടത്ത് മറഞ്ഞു നിൽക്കേണ്ട ഒരു പ്രധാന ഘടകമല്ലേ വസ്ത്രമെന്ന മറ.
ഇനി കേട്ടോളൂ, വയഹ്ഫളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ. പെണ്ണേ, നിന്റെ സൗന്ദര്യത്തെ നീ പ്രദർശിപ്പിക്കല്ലേ. ഒരായത്തിൽ 2 പ്രാവശ്യം അത് പറഞ്ഞിട്ടുള്ളത്. നിനക്ക് അനുവദനീയമായതല്ലാതെ നീ പ്രദർശിപ്പിക്കല്ലേ. പൊതു കുളിക്കടവുകളിലും കനാലിന്റെ അരികുകളിലും പൊതു ടാപ്പിന്റെ മുന്നിലും പെണ്ണ് കുളിക്കുക അല്ലെങ്കിൽ വസ്ത്രം കഴുകുക എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരമല്ല. അതിനുള്ള സൗകര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു കൊടുക്കണം. അതിനുള്ള സൗകര്യങ്ങളും മറയുമെല്ലാം സൃഷ്ടിച്ചു കൊടുക്കണം. ആ ആയത്തിൽ തന്നെ പിന്നെയും കാണാം, വല്ലദ്രിബ്ന ബിഖുമൂരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവർ തലമറച്ച അതേ തുണി കൊണ്ട് തന്നെ അവരുടെ മാറിടത്തിലേക്കും അവർ ഇറക്കിയിടട്ടെ. പരിശുദ്ധ ഖുർആൻ. എത്ര കാര്യങ്ങൾ പറയേണ്ട ഖുർആൻ. ഈ ലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ 1 മുതൽക്ക് ഒടുക്കം വരെയുള്ള സർവ്വകാര്യങ്ങളും പറഞ്ഞ ഖുർആൻ പ്രത്യേകം പറഞ്ഞു, തലമറച്ച അതേ തുണി കൊണ്ട് തന്നെ മാറിടം മറയും വിധം തലമറയ്ക്കുന്ന തുണിക്ക് വിശാലത വേണമെന്ന് ഖുർആൻ. അത്ര ഗൗരവമുള്ളത് കൊണ്ടല്ലേ ആ ഒരു ചെറിയ കാര്യമെന്ന് നമ്മൾ ചിന്തിച്ചതിന് പോലും വലിയ പ്രാധാന്യം ഖുർആൻ കൊടുത്തത്. ഇനി ചിന്തിക്കൂ, നമ്മുടെ വീടിന്റെ പരിസരത്തിൽ ഒരു മീൻകാരൻ വന്നാൽ, ഒരു പാൽക്കാരൻ വന്നാൽ, ഒരു പത്രക്കാരൻ വന്നാൽ, ഒരു പോസ്റ്റ്മാൻ വന്നാൽ, ആദ്യം തന്നെ ഉളുപ്പില്ലാതെ ഇറങ്ങി ചെല്ലുമ്പോ വസ്ത്രത്തിന്റെ കോലം നമ്മുടെ സ്ത്രീകൾ ഏത് രൂപത്തിലാ എന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇത് കണ്ട് പഠിക്കല്ലേ നമ്മുടെ മക്കൾ. ഇതിന്റെ നിസ്സാരവൽക്കരണം ചിന്തിക്കൂ. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ ആയത്തുകളാണ് ഈ പറഞ്ഞത്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് വരുമ്പോൾ സ്വന്തം വീട്ടിൽ പോലും നമ്മൾ എങ്ങനെയാവണമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. കാണൽ അനുവദനീയമായവർ പോലും ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്നിടത്തും ഖുർആന്റെ നിഷ്കർഷമായ ഭാഷയുണ്ട്. ഖുർആൻ നമ്മുടെ മുന്നിൽ നിയമം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിൻകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും 3 മറാത്ത് من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم ليس عليكم ولا عليهم جناح بعدهن توافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات വല്ലാഹു അലീമുൻ ഹകീം. ഖുർആൻ. നിങ്ങളുടെ വീട്ടിൽ ഓടി നടക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുമക്കൾ, ലം യബ്ലുഗു, അവർ പ്രായമായിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല, പക്വതയായിട്ടില്ല, അങ്ങനെയുള്ള കുഞ്ഞുമക്കൾ പോലും 3 സന്ദർഭത്തിൽ ഉപ്പയും ഉമ്മയുമുള്ള ബെഡ്റൂമിലേക്ക് വരാൻ അനുവാദം ചോദിക്കണമെന്ന് ഖുർആൻ. എന്തേ? ഉമ്മയുടെ സൗന്ദര്യം മകനെ, ഉമ്മയുടെ സൗന്ദര്യം മകളെ, ഉപ്പയുടെ സൗന്ദര്യം മകനെ, ഉപ്പയുടെ സൗന്ദര്യം മകളെ. മനുഷ്യനെന്ന പരിധിയിൽ മതം അനുവദിച്ചിട്ടുള്ള ഇടമാണെങ്കിൽ പോലും അവിടെ നിയന്ത്രണം. 3 സമയത്ത് ഉപ്പയുടെയും ഉമ്മയുടെയും ബെഡ്റൂമിലേക്ക് മക്കൾ അനുവാദം ചോദിക്കാതെ വരാൻ പാടില്ല. ഏത് മക്കൾ? ലം യബ്ലുഗു, പ്രായമാവാത്ത മക്കൾ. അപ്പൊ പിന്നെ പ്രായമുള്ള മക്കളുടെ കാര്യം ബിൽ ഔല അവിടെ ചർച്ചയില്ല. പ്രായമാവാത്ത മക്കൾ വരാൻ പാടില്ല. സൂറത്തുൻ നൂറിന്റെ ആയത്തുകൾ തന്നെയാണിത്. ആ 3 സന്ദർഭേതാ. മിൻ ഖബ്ല സ്വലാത്തുൽ ഫജ്ർ, സുബ്ഹിക്ക് മുമ്പ് വാപ്പയും ഉമ്മയും ഉറങ്ങുന്ന റൂമിലേക്ക് മക്കൾ വരാൻ പാടില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാം ആ റൂമിൽ ആ മക്കളില്ല എന്നുള്ളത്. പുറത്തുനിന്നവർ വരണമെങ്കിൽ ആ റൂമിൽ ആ മക്കളില്ല, മക്കളെ മാറ്റി കിടത്തണം. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. വഹീന തദഊന സിയാബകും മിനൽ വഹീറ, നട്ടുച്ച നേരത്ത് ചൂട് കൂടുന്ന സന്ദർഭത്തിലും ഉമ്മ കിടക്കുന്ന റൂമിലേക്ക്, ഉപ്പ കിടക്കുന്ന റൂമിലേക്ക് മക്കള് അനുവാദമില്ലാതെ ചെല്ലാൻ പാടില്ല. 2ാമത്തെ സന്ദർഭം നട്ടുച്ച. 3ാമത്തേത് വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞും വാപ്പ കിടക്കുന്ന റൂമിലേക്കോ ഉമ്മ കിടക്കുന്ന റൂമിലേക്കോ. പലതുമുണ്ട്. എന്തിനേറെ അടിവസ്ത്രങ്ങൾ പോലും അലക്കി ഉണങ്ങാനിടുന്നോടത്ത് പോലും
അന്യൻ കാണാതെ അതിന്റെ മുകളിൽ ഒരു നേർത്ത വസ്ത്രം കൊണ്ട് അഴയിൽ മറച്ചിട്ട് കിടന്ന അല്ലെങ്കിൽ മറയിട്ടിരുന്ന ഒരു ഉമ്മയാ ഇന്നലകളിൽ നമുക്ക് കഴിഞ്ഞു പോയത്. പെണ്ണിന്റെ അടിവസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് വീടിന്റെ മുൻവശത്ത്, അല്ലെങ്കിൽ ആണിന്റെ അടിവസ്ത്രങ്ങൾ കൊണ്ടുവന്ന് വീടിന്റെ മുൻവശത്ത് അഴങ്ങനെ കെട്ടിയിട്ട് ആ വീടിന്റെ മുൻവശത്ത് ഇങ്ങനെ ഒരു പ്രദർശനം, അതൊന്നും പാടില്ല. അടിവസ്ത്രങ്ങൾ പോലും കഴുകി ഉണക്കുന്നോടത്ത് പോലും മറ്റൊരു ആള് കാണാതെ സൂക്ഷിക്കേണ്ട സംസ്കാരബോധം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിയാക്കന്മാര് സംസ്കാരമില്ലാത്തത് പറഞ്ഞു എന്ന് പറയും. ഒരുമിച്ചിരുന്ന് പ്രണയരംഗങ്ങളുടെ സിനിമ കാണാനൊന്നും ഒരു ലജ്ജയുമില്ലാത്ത സമൂഹമായി, നല്ലത് പറഞ്ഞു കൊടുക്കുന്നോടത്ത് ഇത് നല്ലതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തിന്റെ പൊതുവായ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത്തരം വാക്കുകൾക്ക് പ്രസക്തിയില്ല എന്ന് ചിന്തിക്കുന്നോടത്ത് പരിശുദ്ധ ഖുർആനുമായി നാം അകന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ ഖുർആന്റെ ആയത്തോതി തന്നെ പറഞ്ഞതാണ്. നമ്മുടെ സമൂഹത്തിൽ പുത്തൻ പരിഷ്കാരങ്ങൾ വരുമ്പോ അത്തരം കലാലയ സംവിധാനത്തിലും അത്തരം പരിഷ്കാര ബോധത്തിലും നമ്മുടെ മക്കൾ പോവാതെ ദീൻ കൊടുത്തുകൊണ്ട് അവർക്ക് പറ്റുന്ന വിദ്യാഭ്യാസ മേഖലകളും സുരക്ഷിതമായ വസ്ത്രധാരണയുള്ള കലാലയങ്ങളുമൊക്കെ തേടുക, അന്വേഷിക്കുക എന്നത് അഡ്മിഷന് വേണ്ടി ഇറങ്ങുന്നിടത്ത് നമ്മളതൊരു ദൗത്യമായി ഏറ്റെടുക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്